ദിവസേനയുള്ള നമ്മുടെ ശീലങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാമായിട്ട് പോലും പലപ്പോഴും പല കാര്യങ്ങളും പല ശീലങ്ങളും നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹായ്, ഞാൻ ശാന്തി. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെ പോലെ ഇന്നും എൻ്റെ ലൈഫിന് അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തിന് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഇത്രയും നാളും ചെയ്തു വന്നിരുന്ന സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങി അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഒരു ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തു നോക്കാം. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു ശീലം അല്ലെങ്കിൽ പുതിയൊരു രീതി നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇടേണ്ടി വരുമല്ലോ. നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫോർട്ടും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയൊക്കെ കാരണം പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ട് പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാറാണ് പതിവ്. എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. കുറേ നാളുകളായിട്ട് പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങി വെക്കും, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ സ്റ്റോപ്പായി പോയിട്ടുണ്ട്. കുഞ്ഞാറ്റം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് 21 വയസ്സാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്ക് ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, വേണ്ടപ്പെട്ടവർ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ കണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെട്ടോ വളർത്തിയോ ആർക്കും തന്നെ അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് എന്താണ്, എങ്ങനെയാണ് ഇവളുടെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇവളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവളുടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും എനിക്ക് ഓരോ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 8 വർഷം എടുത്തു. കുറേയൊക്കെ പൂർണ്ണമായിട്ടും എനിക്ക് ഇപ്പോഴും എങ്ങനെയാണ് അവളെ നോക്കേണ്ടത്, അവളെ വളർത്തേണ്ടതെന്ന് അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ ഒരു വിധം അവളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഓരോ സിറ്റുവേഷനിൽ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 8 വർഷം എടുത്തു. ഈ 8 വർഷവും എൻ്റെ ലൈഫിലെ എല്ലാ സമയവും എൻ്റെ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാ എനർജീസും കുഞ്ഞാറ്റ ഒരാളിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമേ മറ്റുള്ള വേറെ ഒരു കാര്യങ്ങളും എൻ്റെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എന്താണ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആവശ്യമുള്ളത് അതിലേക്കൊന്നും ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിലെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷമമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല മാറ്റങ്ങളും കുഞ്ഞാറ്റ വന്നതിന് ശേഷം ഉണ്ടായതാണ്. ഞാൻ കുറേ കൂടി ബോൾഡായത്, ഞാൻ കുറേ കൂടി ഹാപ്പി ആയത്, എൻ്റെ ലൈഫ് കുറേ കൂടി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയത് കുഞ്ഞാറ്റ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയം ഞാൻ പതിയെ ട്രൈ ആൻഡ് എറർ ചെയ്ത് പതിയെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ എന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്ക് അവളെ നല്ല രീതിക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവൾ ഫുള്ളി എൻ്റെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എല്ലാ കാര്യത്തിലും എൻ്റെ ഹെൽപ്പ് അവൾക്ക് ആവശ്യമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒക്കെ ഫിക്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് ബോധം കെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എടുത്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാനായിട്ട്. ഞാൻ കുറേ കൂടെ അത്തരം ടൈമിലൊക്കെ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെല്ലാ സാഹചര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ സ്വയം നമ്മളെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അവൾ വളരുന്നതനുസരിച്ചിട്ട് അവളെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കണമെങ്കിലും അതിന് എനിക്ക് ആരോഗ്യം വേണമല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് നമ്മളങ്ങ് തുടങ്ങാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുന്നേത്തെ പോലെ തന്നെ പകുതി വഴിയിൽ സ്റ്റക്കായി പോകും. അതുകൊണ്ട് എല്ലാ ഏരിയാസും ഒരുപോലെ ഞാൻ കവർ ചെയ്യണമെന്നോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ശരിയാക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല. മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനാണ് ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇതിനൊരു ഭാഗമായിട്ട് നമുക്ക് പതിയെ പതിയെ ചെയ്യാമെന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ ഒരു ഒരു ഹാബിറ്റ് ട്രാക്കർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോസൊക്കെ നമ്മൾ വന്ന് വീണ്ടും നോക്കുന്ന സമയത്ത് ഇന്നത്തെക്കാളും ഞാൻ എന്തോരം ചേഞ്ചായി എന്ന് നമ്മൾ കണ്ണുകൊണ്ട് വിസിബിളായിട്ട് കാണുകയാണല്ലോ. അങ്ങനെ കണ്ട് നമ്മുടെ മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുള്ള സമയത്ത് നമുക്ക് എന്തുകൊണ്ട് അത് നല്ല രീതിക്ക് യൂസ് ചെയ്തുകൂടാം. നമ്മളൊക്കെ പലപ്പോഴും ബുക്കിലൊക്കെ ഇങ്ങനെ ഹാബിറ്റ് ട്രാക്കറൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഞാനും മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ യൂസ് ചെയ്തിരുന്ന ബുക്കൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു എന്ന്
അറിയണമെന്ന് വെച്ചാലും ഇപ്പം നമുക്കതിന് ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പല രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇന്നു മുതൽ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഓക്കെ, അന്ന് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രെയിനിന് തന്നെ ഒരു റിവാർഡ് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് ഒരു റിവാർഡ് കിട്ടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ആ രീതിക്ക് ഇതെനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും പറയുന്ന, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് നേരത്തെ എണീക്കുക, എക്സസൈസ് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, സെൽഫ് കെയർ ചെയ്യുക, വായിക്കുക, അങ്ങനെ പതിയെ എനിക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഒട്ടും ലേറ്റ് ആയിട്ടില്ല. ഇന്ന സമയത്ത് മാത്രമേ തുടങ്ങാവുള്ളൂ, ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ ഒന്നുമില്ല. ഇപ്പം തന്നെ റെഡിയാകുക, ഇപ്പം തന്നെ തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെ ഹാബിറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടും നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക. ബൈ.